ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട്, ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ തുടക്കം മുതൽ കണ്ടുവരാം കേട്ടോ. തുടക്കം എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. ഫെബ്രുവരി 10-ാം തീയതിയോട് കൂടിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ നിങ്ങൾ കണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ ഭാഗം മുതൽ തുടക്കം മുതൽ പഠിച്ച് വന്ന് നമ്മുടെ കൂടെ എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് നമ്മൾ തുടക്കത്തിലൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തുടക്കം മുതലേ പഠിച്ചു വരാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട് 3 മാസത്തോളം. സോ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരാം. അപ്പോൾ ഓരോ ക്ലാസ്സുകളുടെയും സമയം നമ്മളിപ്പോൾ നാളെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇന്ന് രാത്രി തന്നെ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ സമയം ഒന്ന് പറയാം. കാലത്ത് 6 മണിക്ക്, 9 മണിക്ക്, 12 മണിക്ക്, 3 മണിക്ക്, രാത്രി 8 മണിക്ക്, 10:30 ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അതിൽ 8 മണിയുടെയും 10:30യുടെയും ക്ലാസ് രാത്രി ഉള്ളത് ലൈവാണ്. പകലുള്ള ബാക്കി 4 ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ GK പോർഷൻസ്, മാത്സ്, മലയാളം, PYQ ഡിസ്കഷൻ, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ദിവസം 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് രീതിയിലാണ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിച്ചു അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഏത് രീതിയിൽ ചോദ്യം വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ചോദ്യം, ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ബ്യൂട്ടിഫുൾ ഈസ് ആൻ. ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജക്റ്റീവ് ആണോ, ആഡ്വേർബ് ആണോ, നൗൺ ആണോ, വെർബ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് വന്നത് പറഞ്ഞുതരാം. ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് എന്നുണ്ട് അല്ലേ. ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ് അല്ലെ, ഒരു നൗണാണ്. നൗണാണ് എന്ത്? ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നൗണാണ്. എങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്? ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നു. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുക? അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. പാർട്സ് ഓഫ് സ്പീച്ചിന്റെ വീഡിയോ കണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ നൗൺ ആണ്. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓപ്ഷൻ A ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് ദ നൗൺ ഫോം ഓഫ് സ്പീക്ക് ഈസ്. എന്താണ് ദ നൗൺ ഫോം ഓഫ് സ്പീക്ക്? സ്പീക്കിന്റെ നൗൺ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പീക്കിന്റെ നൗൺ ഫോം എന്ന് പറയുമ്പോൾ സ്പീക്ക് എന്താണ്? സ്പീക്ക് എന്ന് പറയുന്നത് വെർബാണ്. വെർബ്, അതായത് സംസാരിക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നത്. സ്പീക്കിന്റെ അർത്ഥം എന്താണ്? സംസാരിക്കുക. അപ്പൊ അത് വെർബാണ്. അപ്പൊ നാമം, നൗൺ എന്ന് പറയുന്നത് എന്താണ് വരേണ്ടത്? സംസാരം. അപ്പൊ സംസാരം എന്നുള്ളതിന് എന്താണ് ഇവിടെ പറയാ? സ്പീച്ച്. സ്പീച്ച് എന്നുള്ളതാണ് സംസാരം നൗണായിട്ട് വരുന്നത്. അടുത്തത് ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ഇവിടെ ഹൈ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പ്രൈസ് അല്ലെ. പ്രൈസ്, ഹൈ പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വില. വില എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആണ്, നാമമാണ് അല്ലെ. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രൈസ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആയിരിക്കും അല്ലെ. ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ നൗൺ ആണ്. അപ്പൊ നൗൺ ആയതുകൊണ്ട് തന്നെ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? ഹൈ. ഹൈ പ്രൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹൈ എന്ന് പറയുമ്പോൾ അതൊരു അഡ്ജക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് കിങ് ഹരിശ്ചന്ദ്ര വാസ് എ ഡാഷ് റൂളർ. കിങ് ഹരിശ്ചന്ദ്ര വാസ് എ ഡാഷ് റൂളർ. അപ്പോൾ ഇവിടെ എന്താണ്? റൂളർ എന്നുള്ളതിന്റെ
ഫ്രണ്ടിൽ വരുന്ന വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബെനിഫിഷ്യൻ, ബെനവോലന്റ്, ബെനിഫാക്ടർ, ബെനിഫിഷ്യറി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിങ് ഹരിശ്ചന്ദ്ര എങ്ങനെയുള്ള റൂളറാണ് എന്നാണ് ഇവിടെ പറയേണ്ടത് അല്ലെ. റൂളർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. അപ്പൊ അതെന്താണ്? ഒരു നൗൺ ആണ്, ഒരു നാമമാണ്. അപ്പൊ നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തായിരിക്കണം? അഡ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ബെനവോലന്റ് അല്ലെ. ബെനവോലന്റ്, ഉദാരമതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്, ഒരു ബെനവോലന്റ് റൂളർ ആണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ആണ്, ബെനവോലന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, നൗൺ ഫോം ഓഫ് എഡ്യൂക്കേറ്റ് ഈസ്. നൗൺ ഫോം ഓഫ് എഡ്യൂക്കേറ്റ്. എഡ്യൂക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർബാണ് അല്ലെ. എഡ്യൂക്കേറ്റിന്റെ അർത്ഥം എന്താ? വിദ്യാഭ്യാസം നൽകുക. അപ്പൊ അത് വെർബാണ് പറയുന്നത്. അപ്പൊ അതിന്റെ നാമം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതിന്റെ നൗൺ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്നാണ് വരേണ്ടത്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയാൻ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നൗൺ വരിക. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി നൗൺ ഫോം. ഫൈൻഡ് ദി നൗൺ ഫ്രം ദി ഗിവൺ ബിലോ. തന്നിട്ടുള്ളതിൽ നിന്നും നൗണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലീസ്, പ്ലഷർ, പ്ലസന്റ്ലി, പ്ലസന്റ്. പ്ലീസ്, പ്ലഷർ, പ്ലസന്റ്ലി, പ്ലസന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് തന്നിട്ടുള്ളതിൽ നൗൺ എന്ന് പറയുന്നത്? നൗൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ പ്ലസന്റ്ലി LY വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ആഡ്വർബാന്ന് നമുക്കറിയാം അല്ലെ. LY വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് ആഡ്വർബാണ്. ഇപ്പൊ പ്ലസന്റ്ലി എന്ന് പറയുന്നത് ആഡ്വർബാണ്. ഇനി അടുത്തത് നൗൺ. നൗൺ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക? നൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം NESS, നെസ്, MENT, മെന്റ്, URE അങ്ങനെയുള്ളതിലൊക്കെ അവസാനിക്കുന്ന എന്താണ്? നൗൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെസ്, മെന്റ്, URE അതിലൊക്കെ അവസാനിക്കുന്ന വേർഡ്സ് എങ്ങനെയായിരിക്കും? നൗൺ ആയിരിക്കും. അങ്ങനെ നമുക്ക് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം. അപ്പൊ ഇവിടെ നൗൺ എന്ന് പറയുന്നത് ഏതാണ്? പ്ലഷർ ആണ്. ഓപ്ഷൻ ബി, പ്ലഷർ. UREയിലല്ലേ അവസാനിക്കുന്നത്? പ്ലഷർ. അങ്ങനെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പറയാം പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെർബാണ് അല്ലെ. പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ്. LY വന്നതുകൊണ്ട് പ്ലസന്റ്ലി ആഡ്വർബാണ്. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ് അല്ലെ. നമ്മൾ ഒരു പ്ലസന്റ് ബോയ് എന്നൊക്കെ പറയും. ബോയിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പ്ലസന്റ് യൂസ് ചെയ്യും. അപ്പൊ അതൊരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ നൗൺ ആയിട്ട് വരുന്നത് ഏതാണ്? പ്ലഷർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ദ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ് ഓഫ് ഫാസ്റ്റ്. ഫാസ്റ്റിന്റെ അഡ്ജക്റ്റീവും ആഡ്വർബും ആണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോ തന്നെ പഠിച്ചേക്കാം. ഫാസ്റ്റിന്റെ അഡ്ജക്റ്റീവും ആഡ്വർബും എന്ത് തന്നെയാണ്? ഫാസ്റ്റ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഫാസ്റ്റ്ലി എന്നൊന്നും നമ്മൾ പറയില്ല. ഫാസ്റ്റ്, ഫാസ്റ്റ് അത് തന്നെയാണ്. അഡ്ജക്റ്റീവും ഫാസ്റ്റ് തന്നെയാണ്. ആഡ്വർബും എന്ത് തന്നെയാണ്? ഫാസ്റ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, I shall meet you tomorrow. I shall meet you tomorrow. In this sentence, tomorrow is. I shall meet you tomorrow. In this sentence, tomorrow is. Tomorrow എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആഡ്വർബ് ആണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ആഡ്വർബ് എന്ന് പറയുന്നത് കുറെ ടൈപ്പിലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആഡ്വർബ് ഓഫ് ടൈമിനെ കാണിക്കുന്നതാണ് എന്ത്? ടുമോറോ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നാളെ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ഷാൽ മീറ്റ് യു ടുമോറോ. അപ്പോൾ ആഡ്വർബ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ടുമോറോ. അപ്പൊ അതുകൊണ്ട് എന്താണിത്? ആഡ്വർബ് ആണ്. ഓപ്ഷൻ ഡി ആണ്. പിന്നെ ടുമോറോ എന്ന് പറയുന്നത് എപ്പോഴും ആഡ്വർബ് ആയിട്ടോ അല്ലെങ്കിൽ നൗൺ ആയിട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, ആഡ്വർബോ അല്ലെങ്കിൽ നൗണോ ആയിട്ട് മാത്രമേ വരുള്ളൂ. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത് നെയ്തർ നോർ ഈസ് എ. നെയ്തർ നോർ എന്ന് പറയുന്നത് എന്താണ്? നെയ്തർ നോർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? കൺജങ്ഷൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, എവ്രി വൺ ലവ്സ് അവർ ഫ്രണ്ട്ലി നേച്ചർ. എവ്രി വൺ ലവ്സ് അവർ ഫ്രണ്ട്ലി നേച്ചർ. അപ്പൊ ഇതിൽ ഓരോ വേർഡും എന്താന്നുള്ളത് നമുക്കൊന്ന് പറയാം. അപ്പൊ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ എവ്രി വൺ എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെയോ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. നാമത്തിന്, നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എവ്രി വൺ എന്താണ്? അത് പ്രൊനൗൺ ആണ്. ഓക്കെ, എവ്രി വൺ എന്ന് പറയുന്നത് പ്രൊനൗൺ ആണ്, പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി ലവ്സ്. ലവ്സ് എന്ന് പറയുന്നത് എന്താണ്? ലവ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം അല്ലെ. ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്. അപ്പൊ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ലവ്സ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ് അല്ലെ. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് വെർബാണ്.
ഇനി അടുത്തത് അവർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അവർ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അവർ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ത് തരം അഡ്ജക്റ്റീവ് ആണ്? പൊസസീവ് അഡ്ജക്റ്റീവിൽ വരുന്നതാണ്. മൈ, അവർ, ഹിസ്. ഇനി വി ആയിരുന്നെങ്കിൽ അത് എന്തായേനെ? അത് പ്രൊനൗൺ ആയേനെ അല്ലെ. ഞങ്ങൾ എന്നാണെങ്കിൽ അത് പ്രൊനൗൺ ആണ്. ഞങ്ങളുടെ, എൻ്റെ, അവൻ്റെ, അവളുടെ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? അത് പൊസസീവ് ആണ്. പൊസസീവ്. ഓക്കെ, അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അവർ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ആണ് വരുന്നത് ഇവിടെ. പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് വരുന്നത്. ഇനി ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട്ലി നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം എന്നാണ് അല്ലെ. അപ്പൊ നേച്ചർ എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്ത്? ഫ്രണ്ട്ലി. പെട്ടെന്ന് LY കാണുമ്പോൾ നമുക്ക് ആഡ്വർബ് എന്ന് എഴുതാൻ തോന്നും. പക്ഷെ ഇവിടെ നേച്ചർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഫ്രണ്ട്ലി. ഇങ്ങനെ ഫ്രണ്ട്ലി, ബ്രദർലി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് അഡ്ജക്റ്റീവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഫ്രണ്ട്ലി, ബ്രദർലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എവ്രിവൺ എന്ന് പറയുന്നത് ഇതിൽ പ്രൊനൗൺ ആണ്. എന്തുകൊണ്ടാണ്? നാമത്തിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നു. ലവ്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്, ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെർബാണ്. ദെൻ അവർ എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ്, പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഫ്രണ്ട്ലി അഡ്ജക്റ്റീവ് ആണ്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. ഓക്കെ.